അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നെന്നാ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇഞ്ചിക്കറിയില്ലേ, ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരെ ഇഞ്ചിക്കറി ഒന്ന് മാറ്റാന്ന് കേട്ടോ. അപ്പോൾ കൊല്ലം, കോട്ടയം അങ്ങനെ കോഴിക്കോട് വിട്ടാൽ അങ്ങോട്ടുള്ള ഇഞ്ചിക്കറി അതൊന്ന് വേറെയാണ്. അപ്പോൾ അവർ നമുക്ക് കോഴിക്കോടിൻ്റെ അങ്ങോട്ടുള്ളവരുണ്ടല്ലോ, അവരെല്ലാം പറയും ഈ കണ്ണൂർക്കാരെ ഇഞ്ചിക്കറി ഒന്ന് ആക്കിയിട്ട് കാണിക്കുമെന്ന്. അപ്പം നമ്മൾ ആക്കുന്ന വിധമാണ് ഇങ്ങനെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും കൂടി മിക്സിയിലിട്ടൊന്ന് അരക്കും. മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ കടുവ് അരക്കും. ഇപ്പം നമ്മളാരും കടുവൊന്നും അരക്കില്ല. അപ്പോൾ അതങ്ങനെ അവിടെ അരച്ച് ഇതിങ്ങനെ അവിടെ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് തൈരാണ്, ഇതാണ് തൈര്. അപ്പോൾ ഇതെന്നാന്ന് വിചാരിച്ചാൽ ഇത് കണ്ട, ആദ്യം കുറച്ച് പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും, പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിടുക, പാത്രത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതിൻ്റെ അകത്ത് പൊടിയുപ്പും ഇട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇതുപോലെ നല്ലോണം ഉടച്ച് വെക്കുക. നല്ലോണം ഉടക്കണം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ശരിക്കാകാത്തത്. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഉടച്ച് ആ കറിവേപ്പിലേൻ്റെ എല്ലാം നല്ല ഉപ്പും കൂട്ടി ഒന്നിങ്ങനെ ഉടയണം. അപ്പോൾ പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും അതൊന്ന് കൂട്ടിയിട്ട് നല്ലോണം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉടച്ച് വെക്കുക. എന്നിട്ടാകുമ്പോഴാണ് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും തൈരും ഒഴിക്കേണ്ടത്. ഞാൻ തൈര് ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഒന്ന് വേണ്ട വെച്ചാൽ തൈര് കേട്ടോ, നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. ആ തൈര് കൂട്ടി നല്ലോണം ഇങ്ങനെ, ഇതിന് പണിയൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് കണ്ണൂർക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. ഇപ്പം അതുണ്ടാക്കൽ കുറവാണ്. ഇപ്പം അധികം ബിരിയാണിയല്ലേ. അത് മുമ്പ് നമ്മൾ കല്യാണത്തിന് ഒന്നിക്കിൽ ഇഞ്ചിക്കറി അല്ലെ പച്ചടി, ഈ കുമ്പളങ്ങ, ഇളവൻ കുമ്പളങ്ങ ഇതുപോലെ തന്നെ വേവിച്ചിട്ട് ഈ തൈര് ഒഴിച്ചിട്ട് പച്ചടി വേണം. ഇപ്പോൾ അതുണ്ട്, നമുക്ക് സദ്യക്കുണ്ട് കേട്ടോ. പക്ഷേ ബിരിയാണി എല്ലാ പെൺകുട്ടികളെല്ലാം കല്യാണത്തിന് അധികം സദ്യയായിരിക്കും. സദ്യക്ക് പച്ചടിയാണ് ആക്കുക. ഇഞ്ചിക്കറി ഇപ്പോൾ ആക്കൽ കുറവാണ് ആക്കാറ്. ഇഞ്ചിക്കറി നമ്മളെന്തെങ്കിലും വീട്ടിലുള്ള ആഘോഷത്തിനും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. കല്യാണത്തിൻ്റെ തലേ ദിവസം കുറേ ആൾക്കാരെ ക്ഷണിക്കുമല്ലോ, അപ്പോൾ അന്ന് ഇഞ്ചിക്കറി ഉണ്ടാവും. നല്ലോണം ഇങ്ങനെ ഉടച്ചിട്ട് തൈര് ഇങ്ങനെ ഉടഞ്ഞ്, അപ്പോൾ ആദ്യം പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂട്ടി നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ചിട്ട് ഉടച്ചത്. ഇനി നമുക്ക് തേങ്ങ ഇടുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇടുന്നത് കാണിക്കാം. ഇതാ തേങ്ങ നമ്മൾ അരച്ച് വെച്ച് കേട്ടോ. ഇതാ അങ്ങനെ തേങ്ങയും അരച്ച തേങ്ങയും ഇട്ട് ഇതാണ് നമ്മളെ ഇഞ്ചിക്കറി. കൊഴുപ്പ് കുറവ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. നല്ല പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുക. ഇത് ഞാനധികം ഇതുപോലെ തന്നെ കൊഴുപ്പാക്കലുണ്ട്. കുറച്ചെണ്ണാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കഴിഞ്ഞിട്ട്
അപ്പോൾ ഇഞ്ചി കറിയായി കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും എല്ലാം. ഇനി ഇതിനെന്താ വേണ്ട വെച്ചാൽ കുറച്ച് ഉണക്കമുളകും കടുകും ഒരു കടുക് വറുത്തിടുക. നമ്മളങ്ങനെ പറയാം, വറുത്തിടുക എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കടുകും ഉണക്കമുളകും വെളിച്ചെണ്ണയും കറിവേപ്പിലയും. അപ്പോൾ ഇതായി കേട്ടോ. ഇത് ഇങ്ങനെ ഇപ്പം കാണാൻ തന്നെ ഒരു സ്റ്റൈല് വന്നില്ലേ. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സാമ്പാർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഞ്ചിക്കറി പ്രധാനമാണ്. അപ്പം ഇത് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്ന്. എന്നോട് ഓരോരോ ആൾക്കാർ ചോദിച്ചിട്ടാണ് കേട്ടോ, കണ്ണൂർക്കാർ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറയേ.